തീർച്ചയായിട്ടും സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. കാരണം നമ്മൾ യു എയിലേക്ക് നമുക്ക് മെയിനായിട്ട് 3 എക്സാമുകളാണുള്ളത്. ഇപ്പോൾ ദുബായിലേക്കാണെങ്കിൽ DH എന്ന് പറയുന്ന എക്സാമും, അബുദാബിയിലേക്കാണ് ഹാദ് അല്ലെങ്കിൽ DOH എന്ന് പറയുന്ന എക്സാമും, ഷാർജയിലേക്കാണെങ്കിൽ ഷാർജ MOH എന്ന് പറയുന്ന എക്സാമുമാണ് ഉള്ളത്. നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ DH എക്സാം പാസ്സായ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കും. ഹാദ് പാസ്സായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അബുദാബിയിലെ പറ്റത്തുള്ളൂ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഷാർജ MOH പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഷാർജയിലും അതോടൊപ്പം തന്നെ ഫിജർ പോലുള്ള 1-2 സ്ഥലത്തൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. DH എക്സാം പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് DH ലൈസൻസ് വേണമെങ്കിൽ ഹാദിലേക്കോ ഷാർജയിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അബുദാബിയിലോ അല്ലെങ്കിൽ ഷാർജയിലോ വർക്ക് ചെയ്തതിന് ബുദ്ധിമുട്ടില്ല. അതേസമയം ഹാദ് പാസ്സായ ഒരു കാൻഡിഡേറ്റോ ഷാർജ MOH പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണോ എന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഏത് എക്സാം ആണോ പാസ്സായിരിക്കുന്നത് ആ സ്ഥലത്ത് അവർ മിനിമം 3 to 6 months വർക്ക് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാദ് എക്സാം പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണ്, DHലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാദ് എക്സാം അബുദാബിയിലെ എക്സാം ആണ്, ആ അബുദാബിയിൽ 3 to 6 months എങ്കിലും മിനിമം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ലൈസൻസ് DHലേക്കോ ഷാർജ MOHലേക്കോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാർജ MOH പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈസൻസ് ഇപ്പോൾ ഹാദിലേക്ക് DHലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 3 to 6 months ഷാർജയിൽ വർക്ക് ചെയ്യണം. അതേസമയം DH എക്സാം പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പാസ്സായ എക്സാം DH ആണ് എന്നുണ്ടെങ്കിൽ ഹാദിലേക്കോ ഷാർജ MOHലേക്കോ കൺവേർട്ട് ചെയ്യാം. നോ ഇഷ്യൂ.